ഇതെല്ലാം പിശാചിൻ്റെ സ്വഭാവങ്ങളാണ്. ഈ സ്വഭാവങ്ങളുള്ളവർ ഇതിൽ തന്നെ തുടരുകയാണെങ്കിൽ അപകടകരമാകുന്നു. കുറ്റബോധത്തിലും ലജ്ജയിലും ജീവിക്കുന്നവർ, എപ്പോഴും സ്വയം കുറ്റപ്പെടുത്തുന്നു. അൺഹെൽത്തിയാകുന്ന ഷെയിം, ആരോഗ്യപരമല്ലാത്ത ലജ്ജ വഹിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, സുരക്ഷിതത്വ ബോധമില്ലാത്തവർ, ഇൻസെക്യൂറായിട്ട് ഉള്ളവർ, എപ്പോഴും ജീവിതത്തിൽ തികഞ്ഞു പറ്റാത്തവർ, ഏത് കാര്യത്തിലും ഒരു കുറവ് കണ്ടെത്തുന്നവർ, ലാക്ക് ഓഫ് സെൽഫ് എസ്റ്റീം ഉള്ളവർ, തങ്ങളെ തന്നെ കുറഞ്ഞവരായി കാണുന്നവർ, സെൽഫ് വർത്ത് ഇല്ലാത്തവർ. വേറൊരു കൂട്ടരുണ്ട്, അവരുടെ വൈകാരികമാകുന്ന ആ വീക്ക്നെസ് മുഖാന്തരമായിട്ട്, വൈകാരികമാകുന്ന കഴിവുകേട് മുഖാന്തരമായിട്ട് അവർ ഏത് കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുവാൻ തുടങ്ങും. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പായോ അമ്മയോ കൂടെ ഉണ്ടാകണം. ഡിപ്പെൻഡൻറ്റ് ഓൺ അതേഴ്സ്, പേരൻസ്, അങ്ങനെ തുടങ്ങിയുള്ള മറ്റു പലരെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. സ്വയമായിട്ടൊരു കാര്യം ചെയ്യുവാൻ കഴിയുന്നില്ല. ഇനിയും വേറൊരു കൂട്ടരുണ്ട്, അവർ സ്വയകേന്ദ്രീകൃതരാകുന്നു. അൺഹെൽത്തി ആയിട്ടുള്ള ഇൻഡിപെൻഡൻസിലേക്ക് പോകുന്നവർ. എനിക്ക് ആരുടെയും സഹായം വേണ്ട, എൻ്റെ കാര്യമില്ല, ഞാൻ നോക്കിക്കോളാം, എന്നെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇവര് ഒരു ടീം വർക്കിന് തയ്യാറാകത്തില്ല, മറ്റുള്ളവരുമായിട്ട് സഹകരിക്കത്തില്ല, മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാൻ അവർ തയ്യാറാകത്തില്ല. മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുകയില്ല. റെസ്പെക്റ്റ് ചെയ്യുവാനും ഓണർ ചെയ്യുവാനും കഴിയാതെ വരുന്നവർ. ഇതെല്ലാം പിശാചിൻ്റെ സ്വഭാവങ്ങളാണ്. ഈ സ്വഭാവങ്ങളുള്ളവർ ഇതിൽ തന്നെ തുടരുകയാണെങ്കിൽ അപകടകരമാകുന്നു. മാറ്റം വേണം. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് നമ്മിലൂടെ പുറപ്പെടേണ്ടത്. പിശാചിൻ്റെ സ്വഭാവങ്ങളെ വഹിച്ചുകൊണ്ട് നടക്കരുത്.